ഗുളി കുടിച്ചതാ ആവശ്യമില്ലാത്ത കുടിക്കാൻ ഹായ് ഗൈസ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, വെറുതെ സാധനമൊക്കെ വന്നുകൊണ്ട് വീഡിയോ എടുക്കണ വിചാരിച്ച്. ഇതാ അതുമോന് ഇതാ അതോ അതോ ഹലോ പറ അത് അതിങ്ങനെ എയ്യണണ്ടില്ലല്ല ആദ്യം എയ്യുന്നില്ല. അപ്പൊ നമുക്ക് നേരെ തിരിച്ചു വെക്കട്ടാ. എന്റെ കുട്ടിയടാ ഉമ്മച്ചിനെ വിളിക്കണേ. സെലീനാത്തെ വിളിക്കുന്നേ വരാത്തത് പുറത്തേക്ക് ഇറങ്ങിക്ക അപ്പം വരും. മാറി ഇതവിടെ താത്താ അടിക്കടിക്ക് വേമ്പ കാക്ക പോട്ടാ. നീ പറ്റിക്കാൻ നോക്ക് മനസ്സിലായിട്ട്. അത് കാക്കന്റെ ആദ്യമോ വേമ്പാ കുറച്ചേരം വീടെടുക്കുമ്പോ സ്വഭാവമാണ്. രണ്ട് കൈയിട്ട് പിടിക്കടാ. വീടെടുക്കുമ്പോ പിന്നെ സ്വഭാവം ഇത് അങ്ങനെയാണ്. ആളെ പൊട്ടനാക്കുക. എന്റെ ടീ ആൻറ്റീൻ്റെ അടുത്ത് പോവാ. ആ ടീ ആൻറ്റി എന്നാണ് ഇവിടെ വിളിക്കല്ലേ. നമ്മള് കൂട്ടിയതാ. അണ്ടി വളപ്പിൽ ചായലാന്നുള്ളത് അണ്ടി കൂട്ടി. ടീ ആൻറ്റീന്ന് സാധനം പറയട്ടെ. അണ്ടീന്ന് നമ്മൾ ഒഴിവാക്കി. ചെക്കൻ സംസാരിക്കുന്നുണ്ട്. കുറച്ച് കൊടുത്തോക്കാ. കുറച്ച് കൊടുത്തു. ആ സാനുവിനെ കാണിച്ചില്ല. സാനു കൊറേ ദിവസമായി ആൾക്കാർ കാണാനുള്ള അത് ഇത്ര ദമ്മിടല. എനിക്ക് സെല്ലാത്തനെ കാണിക്കാൻ പോണേ. നമ്മളെ അയൽവാസി സെല്ലാത്ത കുറവാണ്. അപ്പൊ നമ്മള് അങ്ങോട്ട് പുറത്ത് കാണും. അപ്പൊ ഷായിലേക്ക് ഇല്ലങ്ങള് പോലെ ഇങ്ങളെ കാണൂല്ലേ നീ. അപ്പൊ അങ്ങോട്ട് വാ. ചായ സാധനന്റെ ചെക്കൻ്റെ ഉന്തുവണ്ടിയതാ. നമ്മക്ക് ഉന്തുവണ്ടി മതി. നമുക്ക് ഇതിൽ ഇട്ടപ്പോ തൽക്കാലം ഇട്ടവനെ. ചെക്ക സ്പീഡ് പോട്ടെ. ഞാൻ കാണിച്ചു കേട്ടോ. അവനെ പറപ്പിക്കാൻ പോവാ. സ്പീഡ് വരട്ടാ. റെഡി ചിരിക്കുക. അത് ഞാൻ ഒളിച്ചെടുക്കാട്ടാ. അത് വെച്ചേ അതുവാ. ഇന്ന് ഇവനാണ് നമ്മളെ ആരാ.
സാനുനെ കാണാൻ പോകുന്നു. സാനു മോൾ, സാനു രണ്ട്. ഇനി സാനു പറയും നമ്മക്ക് വേണ്ടി പറയും. ഞാൻ പറയാൻ സമ്മതിക്കൂല. എന്നാ എടുത്തോ, ഓനെടുത്തോ. ഓനെടുത്തോന്നാ. ഞാൻ എന്ത് പറയാനാ? ഇജ്ജ് ഇത്രയും കാലം എവിടെ ഇനി ഇജ്ജ് എന്താ വ്ളോഗിൽ വരാത്തത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേനില്ലേ, അപ്പച്ചിൻ്റെ കൂടെ ഇനിയില്ലേ അല്ലേ? അല്ല ഇപ്പാ ആരാ പറയ്, ഇജ്ജ് എന്തെങ്കിലും പറയ്. അതന്നെ, ഞാൻ ചെറുമംഗലത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായോണ്ടാണ്. ഇവള് സാനുവിന്റെ അവസ്ഥ എന്താരോ, ഇവിടെ വരുമ്പോ നമ്മള് വ്ളോഗ് എടുക്കൂല. ഇങ്ങോട്ട് വ്ളോഗ് എടുക്കൂല. ഞാൻ വരുമ്പോ ഇവര് ഒന്നിക്ക് കച്ചറ, അല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കൂല. ഇന്നിപ്പോ വാവനെ പേടിച്ചിട്ടാണ് സാലു. നമുക്ക് ശൈലനെ അടുക്കിടക്ക് അങ്ങനെയാണെങ്കിൽ വാവക്ക് വിളിക്കാം നമുക്ക്. വാവ അടുക്കിടക്ക് ഓൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. പക്ഷെ ഓൻ എന്തുകൊണ്ട് വ്ളോഗ് എടുത്തില്ല? മടി. എന്നിട്ട് വ്ളോഗ് എടുക്കണേ വാവനെ പേടിച്ചിട്ടല്ലേ? ഇന്ന് എന്തേലും പറയും പേടിച്ചിട്ട്. നമുക്ക് വാവക്ക് വിളിക്കാം. മടിയാണ് വാവക്ക് വിളിക്കാം. വാവേ ഈ വ്ളോഗിലാണേ. ആ ഞാൻ ഇന്നോട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. ഇന്ന് എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അതല്ല, ഇന്ന് വ്ളോഗ് എടുത്തില്ലെങ്കിൽ നിങ്ങളേക്കുന്ന സാലിക്ക് വാക്കേക്കൂലേ? കാരണം ഓനിവിടെ ഫ്രീ ആയിട്ട് നിക്കണമെന്നും വ്ളോഗ് എടുക്കാതിരുന്നാല് അപ്പൊ ഞങ്ങള് പറഞ്ഞു കഥനെ പേടിച്ചിട്ടാണ് ഇപ്പൊ വ്ളോഗ് എടുക്കണ വൈകുന്നേരം ആയപ്പോ. അപ്പൊ സമ്മതിച്ചിരുന്നില്ല. ഞാൻ പോരാ, ഞാൻ ജ്യൂസ് അടിക്കട്ടെ. ഹെൽത്തി ജ്യൂസ്. അതിന്റെ റെസിപ്പി എന്ന് പറയും. അതെന്താ? റോബസ്റ്റും കടലയും ഈത്തപ്പഴം പാലും. അതിന് പകരം ഈത്തപ്പഴം പാല്, റോബസ്റ്റ് പാല്. ഞാൻ ഇന്ന് ഉണക്കമുന്തിരി ഇട്ടോ, കറുത്ത കളറ്. ഇതിൻ്റെ അടുത്ത് തന്നാല് അതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട് ജ്യൂസ്. ആരാ? സെലീനാത്ത. ഇതെന്തെങ്കിലും രണ്ടാളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. തീരെ മഞ്ഞിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനെന്നാ ഇപ്പിന്റെ പുളിക കുടിച്ചതാണ്. വിളി പിടിച്ചതാ? എന്തിനാ പറഞ്ഞ ആവശ്യമില്ലാത്ത കുടിക്കാൻ പോയി. ഇവിടെ ഒരാൾ എടുക്കണ്ട് വ്ളോഗി. അതന്നെ പറഞ്ഞത്. എന്ത് ചെയ്യാനാണ്? പൈസ നല്ലോ ഉണ്ടാക്കിക്കോ. ഇപ്പന്റെ മാതിരി കഷ്ടപ്പെടാൻ നിക്കണ്ട. ഓളത് പലതും പറിച്ചാവുന്ന കാര്യമൊക്കെ ഉണ്ടാ. വലുതാവുമ്പോ നല്ല പൈസ ഉണ്ടാക്കിക്കോ കേട്ടോ. അപ്പൊ എന്താവുന്നറിയോ, ഇപ്പന്റെ മാതിരി ഇങ്ങനെ നയിക്കണ്ട, ഉണ്ടാക്കി വെച്ചോളൂ. തുടക്കം വെച്ചോ കിട്ടുന്നത് ഇങ്ങനെ ഒരു കൂട്ടി വെച്ചോ. ടേബിൾ ഒരു ബാഗ് ഉണ്ട്. ടേബിളിലത്തെ ബാഗിനോട് പൈസ ഇന്നലെ അതൊരു പൈസ തന്നെ നീട്ടിട്ട് അതൊന്നായിട്ടാണ് പറിച്ച്. സാനു എന്നും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യല്ലേ? നമ്മളെന്താ ചെയ്യാ? സാനു പെരുന്നാൾക്ക് കിട്ടണ പൈസ ഒക്കെ സാധനമുള്ള അല്ല സാനു കഴിഞ്ഞ പെരുന്നാൾ കിട്ടിയത് ചിലപ്പോ സാനുവിന്റെ അടുത്ത് എത്തൂല. 50 റുപ്യക്ക് പകരം അല്ല 50 റുപ്യക്ക് ഒരു 100 റുപ്യക്ക് പകരമാണെങ്കിൽ 5ന്റെ സാലുവിന്റെ മാതിരി ഇപ്പോഴും പൊട്ടറാണ്. എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. പൊട്ടറല്ലേ അല്ലേ? കണ്ട് ചായയിലെ കൈയാട്ടിട്ട് ഓള് വരില്ല. ഞാൻ അവിടെ കൈയാട്ടിയപ്പോ നിന്റെ അടുത്തേക്ക് വന്നു.
എപ്പോ രാവിലെ ഇപ്പൊ നേരോ ഇപ്പൊ പുറത്തൊക്കെയല്ലേ ആരായാലും അത് നമ്മളെ കുട്ടിയോട് പോയി നമ്മളെ ആദ്യം പോനല്ലേ നമ്മള് കാലിക്കാക്കല്ലേ എന്താടാങ്കി ഉണ്ടാക്കണോ ചെക്കെ പുരുഷ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാനല്ലേ അയ്യുള്ളേ അത് അങ്ങനെ ഉണ്ടാക്കണേ എന്റെ തൊള്ളയില് കണ്ട പേടിയോ അത് എന്തുണ്ട് എനിക്ക് പേടിയോ അഭിനയ സിനിമ കുറച്ചനെ അപ്പൊ ഇത് മാറ്റി അതിന് കുഞ്ഞിപ്പല്ലെന്നാണിതാ അതിന്റെ പല്ലൊക്കെ അതിന്റെ പല്ലല്ലേ പാടാറുണ്ട് എങ്ങനെ കാണാ ചാലു കൈയിട്ട് പറ്റിട്ടോ അവനേറ്റ് പോയാലോ ഞമ്മക്ക് എന്താ പറയാനുള്ളത് നമ്മക്ക് എന്താ പറയാനുള്ളത് പൊന്നോ എന്നെ വേണ്ട മുത്തുമണിയാവോ എന്തേനി എന്തേനി ഇത് പിടിച്ചേ ദീദി എന്താ പറഞ്ഞത് തീയാന്തി ആണെന്നല്ലേ ആരെ തീയാന്തിയുടെ പേര് കിട്ടും അത് നമ്മള് അണ്ടിവളപ്പ് എന്നുള്ള സ്ഥലം കൂടി കൂട്ടിട്ട് തീയാന്തി ആ അണ്ടി വളപ്പിൽ തീയാന്തി ആദ്യമോന്റെ പാട്ടുണ്ട് ആദ്യമോന്റെ പാട്ട് ശ്രദ്ധിങ്ങള് അന്റെ കാക്കന്നെ വിളിച്ചോണ്ട് സാലു ചോട് അവന് അവിടെ ഉണ്ട് ആയിക്കോട്ടെ വെറുതെ വിളിച്ചാ എന്താ അന്റെ കാക്ക എനിക്ക് വിളിച്ചൂടെ അഭിനന്ദിന അറിയണ്ടല്ലേ ഞാനും അളിയനും കൂടി ഉള്ള ബന്ധാ ഇതെന്താ കൊക്കി പറഞ്ഞു ഓർത്ത കട്ട സായിലെ കളിയാക്കി എന്നെ ഈ ഇമ്മനെ കളിയാക്കി സായിലെ അമ്മച്ചിനെ കളിയാക്കി ഇങ്ങനെ സായിലെ കളിയാക്കി ഇമ്മ ഫോൺ കണ്ടിട്ട് ഇങ്ങനെ നടന്നിക്കര് ഫുള്ള് പോയി ഇടക്ക് മാറ്റിയാ ആര് ഇപ്പൊ രണ്ട് നടത്ത വെറുതെ നടന്നു നോക്കിയിട്ടില്ലേ എന്തിനെ മര്യാദ ഇപ്പഴാ നടക്കാച്ചില്ല പിന്നെ ഞാൻ കൊക്കാൻ നടക്ക കൊറേ കാലത്തിന് ശേഷം വ്ളോഗിനെ ഞാൻ വരുമ്പോ ഇവിടെ ഒന്നെങ്കിൽ എല്ലാത്തിനും ഈ സാല് കിടന്നു ആ തല്ല് കൂടുതലെന്തിനാണ് ഞാൻ വരുമ്പോ ഇവിടെ വ്ളോഗ് എടുക്കൂല ചാന് 3-4 ദിവസം മുമ്പ് വന്ന് പെരുന്നാളിന്റെ പിറ്റേന്ന് അന്ന് എങ്ങനെ തല്ലൂടാതൊക്കെ ഇവന്റെ സ്വഭാവം വെച്ചാല് ഓന് ചൂടാവും ഓന്റെ ഇവനാണ് ഫുള്ള് കട്ട് ചെയ്യൂല എങ്ങനെ കട്ട് ചെയ്യൂല ഇനി എങ്ങാനും അങ്ങനെ എന്താ സംഭവിച്ച് കാണുന്നുണ്ട് അല്ലേ നമ്മളെന്താ തീരുമാനം വീഡിയോ എടുക്കൂല ഞാനേ ആ ജ്യൂസ് മരിക്കട്ടെ കഞ്ഞി പോലെ അത് പറയാ വരും 10 കൂടി നിന്നാ മതി 10 കൂടി വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് എന്നിട്ട് നിർത്താനാ നമ്മള് ജ്യൂസ് അടിച്ചത് ഞാൻ പോവാ ഞാൻ പോട്ടെ അതോ അന്റെ ഉമ്മ എന്നെ പറ്റിച്ചാണ് വല്യമ്മ വല്യമ്മ പറ്റിച്ചാണ് സാനുതാ സാനു ഷായില ഷാ ഇങ്ങോട്ടാണ് പ്ലാസ്റ്റർ ഷായില
എന്തായാലും ഫുള്ള് തട്ടല് ആ ഉള്ളിലാ ചൈല അതിന്റെ പ്ലാസ്റ്റർ വേണോ അത് കൊള്ളക്കിട്ടോ ചൈല പ്ലാസ്റ്റർ നമ്മള് പോകട്ടെ സാനുവാ? സാനുവാ? നമ്മള് പോവാണേ. ആദ്യ മോനെ ബോഡി ഷോ ഇബ്രാഹിം കുട്ടി നമ്മുടെ വീടിന്റെ ബാക്കിലുണ്ട്. സാധനം പിടി പോണ് കുടിച്ചില്ല സാണിത് പൊടി സാണിയോ അവിടുത്തെ കിടക്ക് പോയില്ലേ ഇത് ഷൈലന്റെ ഗ്ലാസ് അല്ല ഇതിനെന്തോ പറയുക അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. കയ്യിലാവും. ടംബ്ലറാ അതല്ല അതല്ല എന്തോ പറയും എനിക്കറിയില്ല വ്ളോഗ് എടുക്കാൻ വ്ളോഗ് ഇടുക അറിയുന്നത് എന്റെ മുറി കിട്ടിയാലും ഞാൻ മോന്റെ 30 അല്ല കുറി ഇട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കെന്നാ ഞാൻ ഇവിടെ വയ്ക്കാണ്. എന്നാലും കുറി വെക്കുമ്പോ സായില നമ്മളോടൊക്കെ ഒന്ന് ഹലോ ഗായ്സ് സായില കുറി വെച്ച് കേട്ടോ. ഞാനാ പിന്നെ ആരാ വെച്ചേ? അത് വേണ്ട ഏ അത് പറയില്ല ആ നമ്മളെ കുറി കൂട്ടാത്ത ആ സായിലപ്പൊ ജ്യൂസ് അടിച്ചിട്ട് തന്നെ നമ്മളോട് വെച്ചെന്നല്ലോ ഇപ്പൊ കുടിക്കുമോന്ന് എങ്ങനെയുണ്ട്? ചോറ് വെച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ട് എന്താ ചോറിന്റെ കൂടെ ആ അത് ഓക്ക് കുടിക്കാനുള്ള വീടെടുത്താണ് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ ഒഴിവാക്കി പിന്നെ ഇജ്ജ് കുടിച്ചോന്ന് തന്നെ ഇജ്ജ് എടുത്ത് കുടിച്ചോട്ടാ. ആ ഫ്രിഡ്ജിലില്ലേ ആ ഇജ്ജ് കുടിച്ചോ ഇല്ല കാവ്യ ഇജ്ജെന്താ എന്റെ ഉമ്മാനെ ചേർത്തത് അയക്ക് ജ്യൂസ് അടിച്ച ഉള്ളതന്നെ അടിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ പോയി അതിനെങ്ങനെ ഇവനായ മതി വെച്ചെടുക്കുക. ഇജ്ജ് കൂടുന്നില്ല അതെന്താ ഇപ്പൊ താറായി നമ്മളോടൊന്നും പറയാതെ കുറി വെച്ചുകൊണ്ട് എന്നെ എന്നോട് അറിയാം എന്നോട് പറഞ്ഞില്ലേ എന്നോട് എന്താ എന്നോട് അറിഞ്ഞ എന്നോടല്ല ഇങ്ങോട്ട് ചെയ്യുന്ന എന്നോട് കൊടുക്കാൻ കഴിയോ? ഞാനൊരു കുറിയിലില്ല ഉള്ളതന്നെ മതി. അത് തീർന്നിട്ട് അങ്ങനെ പറയും തനിക്കെന്താ മോശമായിക്കണേ ചായ കഴിക്കല്ലേ പറയുന്നേ. ഞാൻ എന്താ പറഞ്ഞത് ഒരു വീട്ടിലാകുമ്പോ പലതും പറയും അതൊക്കെ തരണം ചെയ്യണോ അപ്പോഴത് മുന്നോട്ട് കൊടുക്കണെന്ന് ചേച്ചി ചെലപ്പോ തരൂലെന്ന് പറയും ചെലപ്പോ തരൂന്ന് പറയും ചെലപ്പോ സ്നേഹത്തിൽ ഇന്ന മുട്ടേന്ന് പറയും. ഇന്നലത്തെ പെൺമച്ചി അറിയില്ലല്ല ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കരസ്ഥല് തന്നാ പോലെ ഞാൻ കൊറേ ചോദിച്ചപ്പോ ഇഷ്ടമില്ല. മോശമായി പോയി എന്തേ ഇപ്പൊ പറയാത്തത് എന്നാലും മെച്ചിക്ക അങ്ങനെ സാനുനോട് ഇപ്പൊ എന്തോ പറഞ്ഞേ പക്ഷെ അത് സാനുവിനെ കൊണ്ട് ഇപ്പൊ പറയരുത് പറഞ്ഞു. ഞാൻ കേട്ടില്ല ഞാൻ പകുതി കേട്ടിട്ടുള്ളൂ. പൈതിയല്ല മുക്കാലും കേട്ടില്ല ശരിക്കും മനസ്സിലായില്ല. പറയണ്ടാന്നേ നമ്മളോട് പറയാം. എന്നോട് പറയാത്ത എന്താ ഉണ്ടടി ഇവിടെ ഇന്നലത്തെ പറഞ്ഞു അത് സ്വന്തമല്ല വാറിയുണ്ടാവും അറിഞ്ഞോണ്ടല്ലേ. എന്തടി ഞാൻ എന്താ പറഞ്ഞത് അന്ന് പറഞ്ഞു അതേപോലെ ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നെ ബാങ്ക് ബാലൻസ് അമ്മ കാണിച്ചെടുത്തില്ല കാണിച്ചെടുത്തില്ല ഇങ്ങോട്ട് ആരാ പറ്റിക്കലിന്നെ ഉമ്മാക്ക് ഉപ്പാന്റെ ഗൂഗിൾ പേ വർക്കാളൊക്കെ പഠിപ്പിച്ചെടുക്കണോ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിക്കണേ പക്ഷെ അമ്മച്ചി കഴിയുന്നില്ല. ഇനി നല്ല അമ്മച്ചിന്റെ ഫോണിലെ ഗൂഗിൾ പേ ഉണ്ടാണ് അപ്പൊ അമ്മച്ചി ഇങ്ങനെ ട്രൈ ചെയ്ത് ഇജ്ജ് ഇടയ്ക്ക് ഇപ്പ ഒരു 300 അറിയില്ലേ ഉമ്മ ഇവിടെ ഒരാളെ നാവിക്കുന്നതാ മണ അടിച്ച പോത്തില്ല. അനക്ക് തരുന്നൊന്നും എനിക്ക് വേണ്ട. കുളിക്കാൻ പോവാ പറയും ഇവിടെ മുണ്ടിടരുത് പറയും പശിനോട്
നിങ്ങള് ഇപ്പൊ വലിയ ഡയലോഗ് പറയാണ്. ഇജ്ജ് എപ്പോഴെങ്കിലും എന്നോട് 300 സാലറി ഇട്ട് കൊടുക്കാൻ കണ്ടില്ല. എന്നാ ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കില്ലല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കില്ല. ഞാൻ 300 ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്റെ 300 വെച്ചിട്ടെങ്കിലും വാങ്ങിച്ചോളിന്നും പറയുന്നു. എവിടുന്ന് എനിക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിക്കണം. എനിക്ക് തരലില്ല. തന്നെ അമ്മച്ചിനോട് ചോക്കാം. നിങ്ങൾക്ക് എത്ര വട്ടം ഞാൻ ഗൂഗിൾ പേ സാലിലേക്ക് അയച്ചു നിൽക്കണേ. നിങ്ങളെ പൈസ എനിക്കെന്താ വർക്ക് എന്ന് ഓരോ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എനിക്ക് ക്രാഫ്റ്റ് ഹാമ്പർ വർക്ക് ഓരോണറി എനിക്കറിയാം. എനിക്ക് വർക്ക് കിട്ടില്ല. വർക്ക് കിട്ടുമ്പോ ഞാൻ നിങ്ങൾക്ക് എന്റെ വർക്കിന്റെ എന്താന്ന് പറഞ്ഞു. വർക്കിന്റെ ക്രാഫ്റ്റ് എൻ്റെ ഒരു ക്രാഫ്റ്റ് ഹാമ്പർ ഈ ഗിഫ്റ്റ് ഐറ്റംസ് സെല് ചെയ്യാം. എൻ്റെ പേജ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. എന്തിന്റെ ഇടയിൽ വിട്ടു? നമുക്ക് വേറെ പേജ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞുതരാം. ഞങ്ങൾ വേറൊരു പേജും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജ്വല്ലറിന്റെ ആന്റി ടെർണിസ്റ്റ് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. നമ്മളോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ തുടങ്ങിയത്. പറഞ്ഞിട്ടില്ല. എനിക്ക് എന്താ പറഞ്ഞു നമ്മളോട്? നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്ന് ഞാൻ വരാൻ വേണ്ടി കാത്തുന്നതാ തുടങ്ങാൻ. ഇങ്ങോട്ട് തുടങ്ങിയ ഓർഡർ മിഞ്ഞാന്ന് തുടങ്ങി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പേജിന്റെ പേര് ദിലൈ. ദിലൈ. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് കേറി ചെക്ക് ചെയ്യാ. അതില് ആന്റി ടെർണിസ്റ്റ് ജ്വല്ലറിയാണ്. തുടങ്ങിയാ കുടുങ്ങിയില്ലേ? ഇതിന്റെ പേര് തുടങ്ങിയാ കുടുങ്ങിയതാ. കാക്ക നമ്മളിട്ട സ്റ്റോറിയിൽ ഒരു കമന്റ് ഇട്ടിക്കണേ, കാക്ക വരച്ച എന്നിട്ട് രാത്രി കാണിച്ചു. അല്ല നിങ്ങളെ ഡിലൈന്ന് മാറ്റിയിട്ട് ഞാൻ നല്ലൊരു പേര് പറഞ്ഞുതരാം. തുടങ്ങിയാ കുടുങ്ങി. തുടങ്ങിയാ കുടുങ്ങിയൊന്നുമല്ല, തുടങ്ങിയാ കുടുങ്ങി തന്നെയാണ് നിങ്ങള്. ഇല്ല അങ്ങോട്ട് ഞാൻ ക്രാഫ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ കുടുങ്ങിയാ? ഇല്ലല്ലോ. ഇല്ല, കുടുങ്ങിയാ ഇങ്ങനെ 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 കേറും. ഒക്കെ റാത്താട്ടെ. അതിന്റെ എല്ലാ സംഗതികളും സാധനം ഇറക്കാൻ എല്ലാരും പൈസ, സാധനം ഇറക്കാൻ എല്ലാരും പൈസ പിരിവിന് ഇറക്കാൻ. ആദ്യം ഒരു 10,000 സാധനം 300 ആയിക്ക് ലാഭം. അതല്ല തുടങ്ങാൻ പൈസ ഇല്ല. ചോദിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളി പറഞ്ഞില്ലപ്പാ. എടുത്തോളി. നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി. കമ്മീഷൻ അല്ല, നിങ്ങൾ എടുത്ത പൈസ നിങ്ങൾക്ക് ലാഭം കിട്ടിയ എനിക്ക് തന്നാ മതി. ഇന്റെ മുതൽ പൈസ തന്നാ മതി. നിങ്ങൾ എടുത്ത പൈസ നിങ്ങൾ ലാഭമാണ്. ലാഭം നിങ്ങൾ എടുത്തോളി. ഫോളോ ചെയ്യാം, പിന്നെ വാങ്ങിയാൽ മതി. ഇവിടെ വേറെ ഒരാൾക്ക് വലിയ പണിയാ. എടുത്താ പൊങ്ങനെ എടുത്താ പോരെ? കേക്കൊക്കെ എടുക്കണേ. ഇത് കണ്ടില്ല, അതിന്റെ ഉള്ളിൽ തീറ്റി. ആ എല്ലാരും വരും, അപ്പൊ എനിക്കും വരണല്ലോ. സായിലതാ കൈയിട്ട് വാരുന്നേ. ആണോ? ഒരു സ്പെഞ്ച് അതിനോട് നോക്കാം. അതുമോനക്ക് സ്പെഞ്ച് ആണോ? അതുമോനോ മധുരൊന്നും കൊടുക്കില്ലല്ലോ. ഒന്നും വലിയ പാവാണ്. മുട്ടത്ത് എന്നാ തരുള്ളൂ. നല്ല മുട്ട. ഒന്നല്ലോ രണ്ടെണ്ണം വന്നാ തരട്ടാ. എന്ത് വളവനാണേ. ഞാൻ പറഞ്ഞില്ല സാനിന്റെ അരി സാനിയ എനിക്ക് വെള്ളം ഉണ്ടെങ്കിൽ പൈസ
ഞാനൊരു പാവേ. എല്ലാരും പറയും കുട്ടി സാനിന്റെ പോലെ അല്ലാന്ന്. പക്ഷെ ഞാൻ പറയും സാനിന്റെ സാന ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മാതിരി അത് എന്റെ മാതിരിയാണ് അത്. നോക്കിക്കോളി. സ്പെഞ്ചിന്റെ ബാക്കിയുണ്ടെന്നാണ്. ഇപ്പൊ എന്റെ എന്താണ് ഇപ്പ അതിന്റെ മാതിരി സ്വഭാവം അതോ എങ്ങനെ ഉദ്ദേശിച്ചു? എന്റെ നല്ല സൽസ്വഭാവിയായ എന്റെ മാതിരിയാണ്. എന്റെ മാതിരിയാവോ ഇതിന്റെ മുകളിലും എന്തൊക്കെ എന്നാലും ഇന്നലെ ഇപ്പൊ പറഞ്ഞെടുത്തില്ല അപ്പൊ മോശമായി പോയി. ഇങ്ങനെ എരി കയറ്റേണ്ട സായില്ല, വെറുതെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം, എനിക്കിന്റെ കിട്ടുന്നല്ലോ. ഞാനാണേ പറഞ്ഞു മാരോളം ഞാൻ നോക്കൂല, തലമണ്ട വെച്ചിട്ട് കാക്കാണെങ്കിൽ പറഞ്ഞു അല്പം പറഞ്ഞല്ലേ അതെ എന്താണ് ഇങ്ങനെ ഒളിപ്പിച്ചൊക്കൊന്നുമില്ലല്ലോ എന്റെ കൂടെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നടക്കില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കില്ല. നല്ല കിട്ടില്ല. അന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പറയിപ്പിക്കട്ടെ. എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. അങ്ങനത്തെ കഴിവൊന്നുമില്ല. അതിനെന്താ? പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യപ്പോ സാനു അങ്ങനെ ആയിപ്പോയിട്ട് പറഞ്ഞതാന്നുള്ള രീതി പറയൂല സാനു. എങ്ങനെയുണ്ട് ബുദ്ധി? ഭയങ്കര ബുദ്ധിയാ. വെയിൽ കൊള്ളിക്കരുത്, മഴ കൊള്ളിക്കരുത്, അല്ല പരിന് കുത്തിറക്കരുത്, എന്നോട് പുറത്തിറങ്ങണം. അപ്പൊ പുറത്തല്ലേ വെയിലും മഴയും? എന്തേ അതൊരു കൊള്ളി തന്നീലേ? ഹലോ പറയും. മറക്കി മറക്കി കാണല്ല ആദുസേ ചിരിച്ചാ ചിരിച്ചാ കൈ അടിച്ചാ ക്ലാപ്പ് ചെയ്താ. അപ്പൊ ഗൈസ് വീഡിയോ വിടടാന്ന്. അപ്പൊ ഷായില നല്ല പോലെ കിടക്കി. ഷായിലൊക്കെ വയ്യാതെ ഷായില അത് കിടക്കണ്. സാധനം തട്ടണ്ടാ ഇട്ടിടാ. അതുമോന്റെ ബോഡിയൊക്കെ കാണിച്ചല്ല, ബോഡിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിലേ നമ്മളെ റീല് സ്പെഷ്യൽ ഈസാൻ എഡിറ്റ് ചെയ്ത വീഡിയോ. ഈസാൻ ഇബ്രാഹിം എഡിറ്റ് ചെയ്ത വീഡിയോ. അങ്ങനെ 1 മില്യണിലേക്ക് 1 മില്യൺ, അതും വിത്തിൻ 5 hours. ആരെഡിറ്റ് ചെയ്ത വീഡിയോ? ആരെടുത്ത വീഡിയോ? കറക്റ്റ് ഇതിൽ കാണാം. ഈ വീഡിയോ കേട്ടോ, ഈ വീഡിയോ ആരെടുത്ത വീഡിയോ? ആരെഡിറ്റ് ചെയ്ത വീഡിയോ? ഭാവ മാത്രല്ല ഞാനും എടുത്തത്. വീഡിയോ അതിൽ ഒറ്റ ക്ലിപ്പ് എടുത്തില്ല. നോക്ക്, ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തപ്പോ രസമില്ല എന്ന് പറഞ്ഞ സാധനമാണ് ഇതാലോ. സൗണ്ട് ഓഫ് അതിലൊന്നുമില്ല, ഫുള്ള് ഞാൻ ചെയ്താ. ഈ ഡയലോഗ് അടിക്കണ്ട. ഇതൊക്കെ ഞാൻ അടുത്ത തന്നെ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 1 മില്യൺ അടിക്കുന്ന വീഡിയോ നമ്മളെ ഈസാൻ ഇബ്രാഹിം എഡിറ്റ് ചെയ്ത വീഡിയോ. ഇത് കുഞ്ഞാവ് എഡിറ്റ് ചെയ്ത് പോയി. ഇതൊക്കെ ഓരോ വലിക്ക് 10 10 9 ഇതൊക്കെ ഇന്ന് 5 മണിക്കൂർ കൊണ്ട് 1 മില്യൺ അടിച്ചു. 5 മണിക്കൂർ. അപ്പം അങ്ങനെ
ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ ബൈ.